എന്താ ചെയ്യാൻ പോലെ എന്താ പറ്റി? 8ന്റെ പണി കിട്ടി അത് പറഞ്ഞാൽ മതി. ഇതിപ്പോ നമ്മുടെ കറണ്ട് പണി തന്നെ. ഇന്ന് കറണ്ട് കട്ടിങ് ആണെന്ന് ഓർക്കാതെ ചക്ക അടത്തി നുള്ളി പറക്കി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചപ്പോഴാണ് കറണ്ട് കട്ടിങ്ങിന്റെ കാര്യം ഓർത്തത്. പിന്നെ ഇപ്പോഴത്തെ ചൂടത്ത് കിടക്കുന്ന കൊട്ടത്തേങ്ങ വല്ലതും കല്ല് ഇടിച്ച് അരച്ച് ചതയി പോകും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് എന്താ ചെയ്യണം, അരയ്ക്കാനേ പറ്റത്തുള്ളൂ. ചക്ക അരയ്ക്കണം, ചക്കയ്ക്ക് കഴിക്കാൻ ചമ്മന്തി വേണം. ഇതെല്ലാം കല്ലേത്തന്നെ ചെയ്യണം. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞെടുത്ത് വെളിയിൽ കളഞ്ഞ കല്ല് തേച്ച് കഴിയുമ്പോൾ കല്ല് റെഡിയാക്കി ഞാൻ മാത്രമല്ല കേട്ടോ, അതാ കൂടെ ഒരാളുണ്ട് ബിന്ദുമ്മ. അയാളുടെ ചക്കയുള്ള ചമ്മന്തിയായിട്ട് ഞാൻ വന്നേക്ക് അരയ്ക്കാൻ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് സെറ്റായിട്ട് എടുക്കാം. ആദ്യം വേണ്ടി ചമ്മന്തി അരക്കാണേ, അല്ലെങ്കിൽ പിന്നെ ചക്കയുടെ ജീരകത്തിന്റെ ഒരു ചെവ വരത്തില്ലേ? ചമ്മന്തി അരച്ച അല്ലെങ്കിൽ പിന്നെ ഈ ചക്കയുടെ ഒരു ജീരകത്തിന്റെ ചെവ വരത്തില്ല. ഓ ദൈവമേ, സ്ഥിരം കഴിയുന്ന ഏറിയല്ലോ അല്ല, വെളിയിലോട്ട് അരയ്ക്കാം. അപ്പം പുളിയും ഉപ്പും മുളക് പൊടിയുണ്ട്, പിന്നെ വെളുത്തുള്ളിയല്ല ചുവന്നുള്ളിയുണ്ട്. ഇനി വേറെ വല്ലതും പറക്കിടാണ്ടോ? ഇല്ല, മുളകല്ലേടാ. ചമ്മന്തിയാണ് കേട്ടോ. നമ്മൾ ചക്കയ്ക്ക് കഴിക്കാം. ശരി, വെള്ളം കല്ലേ കിടപ്പുണ്ടായിരുന്നു. വെള്ളം കൂടുവാണെങ്കിൽ തേങ്ങ ഇട്ട് മട്ടി കേട്ടോ. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ശശിമതി എന്ന് പറയുന്ന കല്ലേലെ കളിക്കത്തുള്ള കല്ലേല ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കല്ലേലെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മൊത്തം. പിന്നെ ആകട്ടെ, ഈ കല്ല് ഉപയോഗത കിടന്നത് കൊണ്ട് ടേസ്റ്റ് ആണോ വെള്ളക്ക വന്നെന്ന് നമുക്ക് കണ്ടത് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഇതിനകത്ത് മുളക് പൊടിയുടെ ഇലയൊക്കെ ഇട്ട് അരച്ച് ഒത്തിരി വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കല്ലിൽ അരയ്ക്കായിരുന്നു. തന്നെയല്ല, ഇത് അടച്ചും കൂടിയൊക്കെ വെച്ചേക്കുന്നതാണ്. അഴുക്കൊന്നും വരാൻ ചാൻസ് ഇല്ല വലുതായിട്ട്. എന്നും അങ്ങനെ അരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് വീണ്ടും കൂടുതലോട്ട്